ഹായ് ഹലോ, ഇന്നൊരു ബട്ടർ ടീ കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലോട്ട് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു വിസ്ക് വെച്ചിട്ടാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ അരിപ്പയിൽ തള്ളിയെടുത്ത് മാറ്റി വെച്ചാലും മതി. ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. മുട്ട ഒന്ന് ബീറ്റായി തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഇതിലോട്ട് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ മുട്ടയും പഞ്ചസാരയൊക്കെ നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഫ്ലോർ ഉണ്ടല്ലോ, അത് കുറേശ്ശെ ആയിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ. അങ്ങനെ ഈ മിക്സ് ഇവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്കൊരു സോസ് പാനിലോട്ട് ഒരു 1/2 കപ്പ് പാല് ചേർത്ത് കൊടുത്ത് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ പാടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. പാല് തിളക്കേണ്ട ആവശ്യമില്ല, ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി നല്ലപോലെ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ. അങ്ങനെ ബട്ടറൊക്കെ പാലിൽ നല്ലപോലെ മെൽറ്റായി, പാലൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഫ്ലോറൊക്കെ ഉണ്ടല്ലോ അതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. ഓവറായി ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ ഓവൺ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് കേട്ടോ. ഇനി നമുക്കിത് ഈ മിക്സ് ഒരു ബേക്കിംഗ് ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 30 മിനിറ്റാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. 180 ഡിഗ്രിയിൽ തന്നെ 30 മിനിറ്റാണ് കൊടുത്തിട്ടുള്ളത്. കറക്റ്റ് 30 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിതാ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ കേക്കിൻ്റെ നടുഭാഗം ഒരു വിണ്ട പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മറ്റൊന്നല്ല, ഈ നമ്മൾ ബേക്ക് ചെയ്യണതിൻ്റെ ഇടയിൽ തന്നെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ നടുഭാഗം ഒന്നും ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നത്. എന്നാലും കേക്ക് നല്ല ടേസ്റ്റും അതുപോലെ തന്നെ സോഫ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. കാണാൻ ലുക്കില്ലെങ്കിലും ടേസ്റ്റിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ബട്ടർ ടീ കേക്കാണ് കേട്ടോ ഇത്. 4 മണിക്ക് ചായയുടെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു ടീ കേക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ അങ്ങനെയൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ഇട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.